മദീന നിവാസികളെ, എങ്കിൽ സ്വർഗത്തിലേക്കുള്ള പാത എളുപ്പമാണ്. വസല്ലൂ ബില്ലൈലി, പാതിരാവിൽ ഇബാദത്ത് വർദ്ധിപ്പിച്ച അത് സ്വർഗത്തിന്റെ മുതൽക്കൂട്ടാണെന്ന് ത്വാഹ മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, നാം ഒന്ന് ചിന്തിക്കണം, നമുക്ക് പാതിരാവിൽ എന്താ സമയം? നമുക്ക് പാതിരാവിൽ എന്താ പ്രശ്നം? നമുക്ക് ദുനിയാവിന്റെ ചില കാര്യങ്ങൾ, ചില വിഷമങ്ങൾ, ദുനിയാവിന്റെ ചില കാര്യങ്ങളുമായിട്ട് നാം അങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോവുകയാ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പാതിരാവിലാണ് നിന്റെ റിസ്കിന്റെ പുണ്യമായ വാതിലുകൾ, നിന്റെ കുടുംബത്തിന്റെ ഐശ്വര്യ. പാതിരാവിൽ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു നോക്കിയേ, നിനക്ക് കിട്ടുമോ? ആ സുഖമൊന്ന് അനുഭവിച്ചു നോക്കിയേ പ്രിയമുള്ളവരെ. ഏറ്റവും വലിയൊരു കാര്യമാണ് തഹജ്ജുദ് നമസ്കാരം പതിവാക്കുക. അതിന് കഴിഞ്ഞില്ലെങ്കിൽ പാതിരാവിൽ കുറച്ച് ഇബാദത്ത് ചെയ്യുക, സ്വലാത്ത് ചൊല്ലുക, ദിക്റുകൾ ചെയ്യുക, ഇസ്തിഗ്ഫാറുകൾ ചൊല്ലുക. ഇതൊന്നുമില്ലാതെ നാം ഏത് സ്വർഗ്ഗത്തിനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്? നാം ഏത് മരണത്തെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്? تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة. പ്രിയമുള്ളവരെ, ഈ പ്രഭാഷണം അവസാനിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ സലാം പറയൽ വർദ്ധിപ്പിക്കണം കേട്ടോ. പാവപ്പെട്ടവരെ സഹായിക്കണം കേട്ടോ. കുടുംബ ബന്ധം ചെറുക്കണം കേട്ടോ. പാതിരാവിൽ നമസ്കരിക്കണേ ചെറുപ്പക്കാരാ. ആർക്ക് വേണ്ടിയാ നിന്റെ ആരോഗ്യം നഷ്ടപ്പെടുത്തുന്നത്? കൂട്ടുകാരോടൊപ്പം പാതിരാവിൽ കളിച്ചു തീർക്കാം. കൂട്ടുകാരോടൊപ്പം കളിതമാശകൾ ചെയ്യാം. പാതിരാവിൽ മണിക്കൂറുകളോളം മൊബൈൽ ഫോണ് ബ്ലൂടൂത്ത് വഴി നിന്റെ കാമുകയുമായി സംസാരിക്കാം. ചാറ്റുകൾ നടത്താൻ നിനക്ക് സമയമുണ്ടല്ലോ. ഈ നാട്ടിലുള്ള ചെറുപ്പക്കാരെ ഞാൻ കുറ്റം പറയല്ല, അഭിമാനത്തോടെ പറയുകയാ. അൽ ഹിദായ എന്ന പ്രസ്ഥാനത്തെ വളർത്തണേ ചെറുപ്പക്കാരാ. അതിന്റെ പിന്നിൽ ഇസ്ലാമികമായ വിശ്വാസ ആദർശ പ്രമാണങ്ങൾ നിലനിർത്തണേ ചെറുപ്പക്കാരാ. മണിക്കൂറുകളോളം ദുനിയാവിന്റെ സന്തോഷത്തിന് വേണ്ടി നമുക്ക് കളിച്ചു തീർക്കാം. പക്ഷേ ഒരു സമയത്തെ തസ്ബീഹ് മാല എടുത്തിട്ടോ അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി ഒരു സ്വലാത്ത് ചൊല്ലാ. നിനക്ക് അഭിമാനക്കേടുണ്ടോ സഹോദരേ? ഓ സമയത്ത് മുസല്ല വിരിച്ചിട്ട് പടച്ചവരെ, എനിക്ക് ഭാവിയിൽ നല്ലൊരു ജീവിതം നൽകണേ എന്ന് പ്രാർത്ഥിക്കാം. എന്റെ പ്രിയമുള്ള സഹോദരാ, നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞവല്ലോ, ആപത്ത് വരുമ്പോ, പ്രയാസം വരുമ്പോ, വിഷമം വരുമ്പോ, രോഗം വരുമ്പോ, ബുദ്ധിമുട്ട് വരുമ്പോ, അല്ലാഹുവേ നീ എന്തിനാ എന്നെ പരീക്ഷിക്കുന്നതോ? നീ എന്തിനാ എന്നെ വിഷമിപ്പിക്കുന്നതോ? നീ എന്തിനാ എന്നെ വേദനിപ്പിക്കുന്നതോ? അല്ലാഹുവിനെ കുറ്റപ്പെടുത്തുന്ന ചെറുപ്പക്കാരോ, നിനക്കറിയുമോ എന്റെ നാട്ടിലുണ്ടടാ ഒരു ചെറുപ്പക്കാരാ. ഞാൻ പേര് പറയുന്നില്ല, പക്ഷേ നാം ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. ജീവിതത്തിൽ ഒരുപാട് ഇഷ്ടപ്പെട്ട മനുഷ്യനാ, ഒരുപാട് കൊതിച്ച മനുഷ്യനാണ്. പക്ഷേ ആരോഗ്യമുള്ള ശരീരം തളർന്നു പോയി ചെറുപ്പക്കാരാ. തന്റെ ബൈക്കുമായിട്ട് കൂട്ടുകാരോടൊപ്പം സല്ലാപത്തിന്റെയും സഹതാപത്തിന്റെയും വേദികളിൽ നിറഞ്ഞു നിന്ന ഓ പ്രിയപ്പെട്ട കൂട്ടുകാരനുണ്ടല്ലോ. എല്ലാ സമയത്തും പറയാറുണ്ട്, ഉസ്താദേ ഉസ്താദേ എന്റെ ആരോഗ്യം കണ്ടു. ഒരുപാട് കളിക്കുവാൻ മോഹിച്ച ശരീരമാ, ഒരുപാട് ഹോബി കാണിക്കാൻ ഉദ്ദേശിച്ച ശരീരമാണ്. പക്ഷേ എനിക്ക് കഴിയുന്നില്ല, എനിക്ക് കഴിയുന്നില്ല. ഓ മനുഷ്യന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമുണ്ടല്ലോ, അത് തളർന്നു പോയി ചെറുപ്പക്കാരാ. തന്റെ ബൈക്കിൽ അഭ്യാസം കാണിച്ചുകൊണ്ട് കൂട്ടുകാരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടോ, പുഞ്ചിരിക്ക് വേണ്ടിയിട്ടോ തന്റെ ബൈക്കിൽ അഭ്യാസം കാണിച്ച 24 വയസ്സുള്ള ചെറുപ്പക്കാരനാ. അദ്ദേഹത്തിന്റെ പിടി വിട്ടുപോയി കേട്ടോ. ഓ ബൈക്കിൽ നിന്നും തെറിച്ചു വീണ ചെറുപ്പക്കാരനുണ്ടല്ലോ. ഇന്ന് തന്നെ തിരിഞ്ഞു നോക്കാനൊരു കൂട്ടുകാരില്ല. ഇന്ന് തന്നെ കോട് ചിരിയോടെ നോക്കാനൊരു കൂട്ടുകാരനില്ല. ആർക്കും വേണ്ടാത്ത ചലനമറ്റ ശരീരവുമായിട്ടോ ഒരു വീടിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന പുരുഷന്, ഒരു വീടിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന 24 വയസ്സുള്ള ചെറുപ്പക്കാരനെ കുറിച്ച് എന്റെ പ്രിയമുള്ള കണ്ണൂർ നിവാസികളെ, അവരോട് ഞാൻ പറയുന്നുണ്ടോ, ഈ ചൊവ്വൽ പ്രദേശത്തുള്ളവരെ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഈ ശരീരത്തിന്റെ ആരോഗ്യമാ, ഈ ശരീരത്തിന്റെ മനസ്സാ, ഈ സമയങ്ങൾ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. അല്ലാഹു
തന്ന സമയങ്ങളുണ്ടല്ലോ, അല്ലാഹു തന്ന അവസരങ്ങളുണ്ടല്ലോ, അതെല്ലാം നഷ്ടപ്പെടുത്തിയിട്ടോ മോശമായ മരണത്തിലേക്ക് പോകല്ലേ ചെറുപ്പക്കാരോ. നീ മരിക്കുമ്പോ നിന്റെ കൂട്ടുകാരല്ല വരേണ്ടതോ, നീ സ്നേഹിച്ച സിനിമാനവനല്ല വരേണ്ടതോ, നീ പ്രേമിച്ച നാട്ടുകാരല്ല വരേണ്ടതോ. എന്റെ പ്രിയമുള്ള സഹോദരേ, നിന്റെ കാമുകൻ പോലും നിന്നെ കൈവടിയുന്ന നിന്റെ ചലനമറ്റ ശരീരം കിടക്കുമ്പോ നിന്റെ സമീപത്തേക്ക് കടന്നു വരേണ്ട നാഥാ, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചില്ലേ, ഏറ്റവും നല്ല സുന്ദരമായ മരണത്തിന് വേണ്ടിയിട്ട് അസ്രായിൽ എന്ന പവിത്രമായ മലക്ക് കടന്നു വരണം ചെറുപ്പക്കാരാ. അങ്ങനെയുള്ളൊരു മരണം നമുക്ക് വേണം. അല്ലാഹു ആ തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ.